ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ NSSും CPM-ഉം തമ്മിലുള്ള അകൽച്ച പൂർണ്ണമാകുന്നതായി റിപ്പോർട്ട്. CPM-കാരായ അംഗങ്ങൾക്ക് NSSനോടാണോ പാർട്ടിയോടാണോ കൂടുതൽ ആഭിമുഖ്യമെന്ന കണക്കെടുപ്പ് തുടങ്ങിയിരിക്കുകയാണ്. ആചാര സംരക്ഷണം പോലുള്ള നിർണായക ഘട്ടത്തിൽ NSSനേക്കാളുപരി പാർട്ടിയോടാണ് കൂറെങ്കിൽ അവരുമായുള്ള സഹകരണം പരിമിതപ്പെടുത്തുന്നതിൽ മുന്നോടിയായാണ് കണക്കെടുപ്പ്. NSS ആസ്ഥാനത്ത് നിന്ന് താലൂക്ക് യൂണിയനുകൾക്ക് അയച്ച സർക്കുലർ അനുസരിച്ച് താലൂക്ക് പ്രസിഡന്റുമാർ വിവരങ്ങൾ ശേഖരിച്ച് നേതൃത്വത്തെ അറിയിച്ചു തുടങ്ങി. അതിരഹസ്യം എന്ന കുറിപ്പോടെയാണ് സർക്കുലർ ഇറക്കിയിട്ടുള്ളത്. നായർ സമുദായ അംഗങ്ങൾ NSSന് ഒപ്പമല്ലെന്നും നേതൃത്വം പറഞ്ഞാൽ അംഗങ്ങൾ കേൾക്കില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വിമർശിച്ചിരുന്നു. നേതൃത്വം പറഞ്ഞാൽ NSS അംഗങ്ങൾ കേൾക്കുമോ എന്ന് അടുത്ത തിരഞ്ഞെടുപ്പ് തെളിയിക്കുമെന്ന് ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരും മറുപടി നൽകി. വാക്പോർ മുറുകുന്നതിനിടെയാണ് NSS അണികളുടെ രാഷ്ട്രീയ കൂറ് ഇന്റലിജൻസ് വഴി സർക്കാർ പരിശോധിക്കുന്നതെന്ന വിവരം സമുദായ നേതൃത്വത്തിന് ലഭിക്കുന്നത്. ഇത് അവരെ ചൊടിപ്പിച്ചു. തുടർന്നാണ് സംഘടനയിലെ CPM-കാരിൽ എത്ര പേർ പാർട്ടിയോട് കൂടുതൽ ആഭിമുഖ്യം പ്രകടിപ്പിക്കുമെന്ന് NSSും പരിശോധിക്കുന്നത്. പാർട്ടി അംഗങ്ങളായ കരയോഗ അംഗങ്ങളിൽ ബഹുഭൂരിപക്ഷവും NSSനൊപ്പം തന്നെ നിൽക്കുമെന്നാണ് താലൂക്ക് പ്രസിഡന്റുമാരുടെ കണക്കെടുപ്പിൽ കണ്ടെത്തിയത്. കരയോഗ അംഗങ്ങളിൽ ഇടത് പാർട്ടിയിൽപ്പെട്ടവർ എത്രയെന്നും അതിൽ തന്നെ പാർട്ടി ഭാരവാഹിത്വമുള്ളവർ എത്രയെന്നുമുള്ള വിവരം ശേഖരിക്കുന്നുണ്ട്. ആചാര സംരക്ഷണം പോലുള്ള നിർണായക ഘട്ടത്തിൽ അവർ ആർക്കൊപ്പം നിൽക്കുമെന്ന ചോദ്യവും ഉന്നയിക്കുന്നു. NSS നിലപാട് കടുപ്പിച്ചതോടെയാണ് സമുദായ നേതൃത്വവുമായി അകൽച്ചയില്ലെന്നും വേണ്ടി വന്നാൽ അങ്ങോട്ട് പോയി ചർച്ച നടത്തുമെന്നും കോടിയേരി ബുധനാഴ്ച നിലപാട് മയപ്പെടുത്തിയത്. എന്നാൽ ഇനി ചർച്ചയ്ക്കില്ലെന്നും ശബരിമല പ്രശ്നത്തിൽ നിലപാട് തിരുത്തേണ്ടത് സർക്കാരാണെന്നും NSS ജനറൽ സെക്രട്ടറിയും വ്യക്തമാക്കി. അതേസമയം ശബരിമല വിഷയത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ചർച്ചയ്ക്കുള്ള ക്ഷണം നിരസിച്ച NSS വിഷയത്തിൽ ആരുമായും ചർച്ചയ്ക്കില്ലെന്ന് NSS പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. മുഖ്യമന്ത്രിയോടും കോടിയേരിയോടും നേരത്തെ അഭ്യർത്ഥിച്ചിട്ടും ഫലമുണ്ടായില്ലെന്നും NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ പ്രസ്താവനയിൽ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയോടും കോടിയേരിയോടും ആചാരം സംരക്ഷിക്കണമെന്ന് ഫോണിലൂടെ പലതവണ അറിയിച്ചിരുന്നു. അനുകൂല പ്രതികരണമല്ല ഇരുവരിൽ നിന്നും ഉണ്ടായത്. പിന്നീട് ഇത് സംബന്ധിച്ച ചർച്ചയ്ക്കോ കൂടിക്കാഴ്ചയ്ക്കോ NSS ശ്രമിച്ചിട്ടില്ലെന്നും ചർച്ചയ്ക്കായി ആരെയും നിയോഗിച്ചിട്ടില്ലെന്നും പ്രസ്താവനയിൽ പറയുന്നു. പിന്നീട് അത് സംബന്ധിച്ച് ഒരു ചർച്ചയ്ക്കോ കൂടിക്കാഴ്ചയ്ക്കോ NSS ശ്രമിച്ചിട്ടില്ല, അതിന് ആഗ്രഹവുമില്ല, അതിനായി ആരെയും ചുമതലപ്പെടുത്തിയിട്ടുമില്ല. ഇനിയും സുപ്രീം കോടതി മറ്റൊരു വിധി പുറപ്പെടുവിച്ചാൽ അത് നടപ്പാക്കുമെന്നത് ആരുടെയും ഔദാര്യമല്ല. വിധി അനുകൂലമായാലും പ്രതികൂലമായാലും NSS വിശ്വാസ വിഷയത്തിൽ എടുത്ത നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കും. നിലപാട് തിരുത്തേണ്ടത് സർക്കാരാണെന്ന് ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കഴിഞ്ഞ ദിവസം NSSുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിരുന്നു. എന്തായാലും NSSന്റെ നിലപാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബാധിക്കുമെന്നാണ് കരുതുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.